കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അധോലോക ബന്ധത്തിന് ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. അതേസമയം പാർലർ ഉടമ ലീന മരിയ പോളിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ലീനയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിൽ ചിലരെ പോലീസ് ഇതിനകം ചോദ്യം ചെയ്തു കഴിഞ്ഞു. വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റുണ്ടാവുകയും ചെയ്ത പശ്ചാത്തലം ലീന മരിയ പോളിനുള്ളതിനാലാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത്. സാമ്പത്തിക തട്ടിപ്പുകാരനായ സുകേഷ് ചന്ദ്രശേഖറുമായി ചേർന്ന് ലീന ഹവാല ഇടപാടുകൾ നടത്തിയ കേസുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊച്ചിയിലും ഇത്തരം ഹവാല റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായുള്ള സംശയം പോലീസിനുണ്ട്. ലീന പോളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇത്തരത്തിൽ പണമിടപാട് നടത്തിയവർക്ക് ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ലീനയുടെ മൊഴി നിർണായകമാണ്. രവി പൂജാരിയുടെ പേരിൽ തനിക്ക് ഫോൺ ഭീഷണി വന്നെങ്കിലും അത് രവി പൂജാര തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ലീന ഫോണിൽ പ്രതികരിച്ചു. അടുത്ത ദിവസം പോലീസിന് മുൻപാകെ ഹാജരാകുമെന്നും ലീന പറഞ്ഞു. So first of all, I did not take it very seriously because I do not know whether he is a genuine Ravi Pujari or what is it. That is for the police to let me know what it is. I have not filed an official complaint, which I would be doing next tomorrow. Police are investigating whether the gun was original or fake, and investigating the matter. Finally, understand the grievance of the situation here. I am the victim. അതേസമയം ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത യുവാക്കളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രവി പൂജാരി തന്നെയാണ് പണം ആവശ്യപ്പെട്ടതെന്ന് ലീന മരിയ പോൾ. മാസങ്ങൾക്ക് മുൻപ് തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നുവെന്നും ലീന. Who is saying that he is Mr. Ravi Pujari. So first of all, I did not take it very seriously because I do not know whether he is a genuine Ravi Pujari or what is it. That is for the police to let me know what it is. I have not filed an official complaint, which I would be doing next tomorrow, but I have given a complaint regarding this. And here I am the victim. But media and everybody is targeting me and tarnishing my image over here, which is not right. I have been acquitted from that particular case of Chennai. The CBI has dropped charges on me, but here the question is not of my case. The question is about a firing which has happened in the salon. Police are investigating whether the gun was original or fake, and investigating the matter. Finally, understand the grievance of the situation here. I am the victim, but every media is reporting as if I have done something here. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. രാജ്യം തേടുന്ന കുറ്റവാളി രവി പൂജാരിയുടെ കഥ സിനിമാ കഥകളെ വെല്ലുന്നതാണ്. കർണാടകയിൽ നിന്ന് മുംബൈയിലെത്തിയ രവി പൂജാരി വളരെ വേഗത്തിലാണ് അധോലോക രാജാക്കന്മാരുടെ മുൻനിരയിലേക്ക് എത്തിയത്. മുംബൈയിൽ നിന്ന് അധോലോക സാമ്രാജ്യത്തേക്കെത്തി പിന്നീട് സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രവി പൂജാരി എന്ന അധോലോക നായകന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ്. കർണാടകയിൽ ജനിച്ച് വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് രവി പൂജാരി മുംബൈയിലെത്തുന്നത്. അന്ധേരിയിലെത്തിയ രവി പൂജാരി അവിടുത്തെ ഗൂണ്ടാ നേതാവിനെ വധിച്ചതോടെ സംഘത്തിലെ നേതാവായി മാറിയാണ് അധോലോക സാമ്രാജ്യത്തിന്റെ തലവനായി മാറുന്നത്. പിന്നീട് ചോട്ടാരാജന്റെ സംഘത്തിലെ പ്രധാനിയായി രവി പൂജാരി മാറി. തുടർന്ന് 3 വർഷത്തോളം ചോട്ടാരാജന്റെ സംഘത്തിൽ നിന്നതിന് ശേഷം പൂജാരി ദുബായിലേക്ക് കടന്നു. ദുബായിലും മുംബൈ അധോലോകത്തിന്റെ ബന്ധങ്ങളും ഹവാല ഇടപാടുകളും രവി പൂജാരി സമർത്ഥമായി പല ഘട്ടങ്ങളിലും ഉപയോഗിക്കുകയും ചെയ്തു. 90കളുടെ മധ്യത്തിൽ ദുബായിലേക്ക് കടന്ന രവി പൂജാരി ആദ്യം റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കൈവച്ചത്. ഭീഷണിയും ഗുണ്ടാപ്പിരിവുമായി ദുബായിലും അധോലോക സാമ്രാജ്യം വ്യാപിപ്പിക്കുകയും ചെയ്തു. നിലവിൽ കറാച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജനെ വധിക്കാൻ പദ്ധതിയിട്ടതോടെ രവി പൂജാരി അധോലോകവുമായി അകലം പാലിച്ചു തുടങ്ങി. നിലവിൽ ഓസ്ട്രേലിയ കേന്ദ്രമാക്കിയാണ് രവി പൂജാരിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഇപ്പോഴും പണം തട്ടലും ഭീഷണിയുമായി രവി പൂജാരി വിലസുന്നുണ്ടെന്നാണ് കൊച്ചിയിലെ സംഭവവും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം ബാലരാമപുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു. ആരാധനാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് തടഞ്ഞുവെച്ചത്. പള്ളി നെയ്യാറ്റിൻകര അതിരൂപതയിൽ ഉൾപ്പെടുന്നതാണ്. പള്ളി സ്വത്തുക്കൾ കാലാകാലങ്ങളായി കൈകാര്യം ചെയ്യുന്ന നാട്ടുകാർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്. ഈ അവകാശം രൂപതയ്ക്ക് കൈമാറാത്തതിലുള്ള പ്രതിഷേധമാണ് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് കാരണമെന്ന് വിശ്വാസികൾ പറയുന്നു.
ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമലയിൽ പോകുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തി കോട്ടയം SP. നിയമപരമായ വ്യക്തത വേണമെന്ന് SP. ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ സമിതിയുടെ ഉപദേശം തേടും. നിരീക്ഷണ സമിതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഭാവി നടപടികളെന്നും SP. ഹൈക്കോടതിയുടെ നിരീക്ഷക സമിതിയോട് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് പ്രതിനിധികളും പറഞ്ഞു. അവന്തിക, അനന്യ, തൃപ്തി, രഞ്ജുമോൾ എന്നീ ട്രാൻസ്ജെൻഡറുകളാണ് ശബരിമല ദർശനത്തിനായി പുലർച്ചെ 3 മണിയോടെ എരുമേലിയിലെത്തിയത്. ഇവർ സ്ത്രീവേഷത്തിൽ ശബരിമലയിൽ പോയാൽ 4 പേരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും സ്ത്രീവേഷം മാറ്റണമെന്നും പോലീസ് വ്യക്തമാക്കി. പോലീസിന്റെ ആവശ്യം തള്ളിയതിനെ തുടർന്ന് ഇവർ കോട്ടയത്തെത്തി ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ നിയമപരമായ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ പറഞ്ഞു. ചില വിഷയങ്ങളിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ മറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. അല്ല, ഇവിടെ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിലൊരു ലീഗൽ ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരോട് ഒരു വിദഗ്ധ സമിതിക്ക് മുമ്പാകെ ഒരു പരാതി കൊടുത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്തു. ദർശനത്തിന് അനുമതി തേടി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് അപേക്ഷ നൽകുമെന്ന് 4-അംഗ സംഘം വ്യക്തമാക്കി. പെട്ടെന്നുള്ള ഞങ്ങളുടെ ശബരിമല ദർശനം സാധ്യമാക്കുന്നതിനും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി ഞങ്ങളിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹേമചന്ദ്രൻ IPS അവർകളെ കാണാൻ പോവുകയാണ്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാനലിലുള്ള മറ്റ് 2 ജസ്റ്റിസ് രാമനെയും അവർകളെയും അതുപോലെ ജസ്റ്റിസ് സിരിജൻ അവർകളെയും ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ദേവസ്വം, ശബരിമല, ഹൈക്കോടതി നിരീക്ഷണ കമ്മിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അവരാണ് ഇതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഹരിസാർ പറഞ്ഞു തന്നത്. അതേസമയം എരുമേലി സ്റ്റേഷനിൽ വെച്ച് പോലീസ് അപമര്യാദയെ പെരുമാറിയെന്നാരോപിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊച്ചിയിൽ ലഹരിമരുന്നുമായി സീരിയൽ നടി പിടിയിൽ. തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ലഹരിമരുന്നുകൾ കൊച്ചിയിൽ എത്തിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, വിശദാംശങ്ങൾ. സിനിമ സീരിയൽ താരം അശ്വതി ബാബുവാണ് ഇന്ന് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടന്നത്. അതിൽ തുടർന്നാണ് ഇപ്പോൾ 3.5 ഗ്രാമോളം ലഹരിമരുന്ന് MDMA എന്ന് പറയുന്ന 3.5 ഗ്രാമോളം ലഹരിമരുന്നാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃക്കാക്കര SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ നടിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ നടിയെയും ഒപ്പം ഡ്രൈവറെയും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കി വൈദ്യപരിശോധന നടത്തിയ ശേഷം അവരെ തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. എന്തുതന്നെയാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ലഹരിമരുന്ന് വേട്ട കൊച്ചിയിൽ കഴിഞ്ഞ സമീപകാലങ്ങളിലെല്ലാം നടന്നിരുന്നു. ഇതിനു മുൻപ് സമീപകാലത്ത് തന്നെ വലിയ രീതിയിലുള്ള ഈ MDMA എന്ന് പറയുന്ന ലഹരി വസ്തു പോലീസ് എക്സൈസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു 3.5 ഗ്രാം ലഹരിമരുന്നുമായി സീരിയൽ നടി പിടിയിലാകുന്നത്. എന്തായാലും ഇത് ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിച്ചതാണെന്നും ഇത് എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെ, ആർക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടിയെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലഹരിമരുന്ന് കൈവശം വെക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തന്നെ വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് നടിയെ ചോദ്യം ചെയ്തു വരികയാണ്. ശബരിമലയിൽ വീണ്ടും നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നു. ഈ മാസം 18 വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത്. വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, നിരോധനാജ്ഞ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് വീണ്ടും കാലയളവ് നീട്ടിയിരിക്കുന്നത്? ജനുവരി 14 വരെയാണ് നിരോധനാജ്ഞ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുന്ന നിരോധനാജ്ഞ ഈ മാസം 18-ാം തീയതി, അതായത് മറ്റന്നാൾ വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റന്നാൾ അർദ്ധരാത്രി വരെയാണ്, 12 മണി വരെയാണ് നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നത്. കൃത്യമായി ഇവിടുത്തെ പ്രതിഷേധങ്ങളും ഒപ്പം മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്
ജനുവരി 14 വരെ ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയിരുന്നത് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സന്നിധാനത്ത് വളരെ രീതിയിലുള്ള ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എല്ലാ മണ്ഡലകാലം ആരംഭിച്ച ഈ ദിവസം ഇന്നേക്ക് ആവുമ്പോഴേക്കും വലിയൊരു തിരക്ക് തന്നെയാണ്. ഇന്ന് പ്രത്യേകിച്ച് മലയാള മാസം 1-ാം തീയതിയാണ്. ഒപ്പം ഞായറാഴ്ച അവധി ദിവസം കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഇന്നലെ അവലോകന യോഗം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള പരാതികളും ഒക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഓരോ ദിവസവും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ നടത്തും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ഏകദേശം ഇന്നലെ ഒരു ദിവസം തന്നെ 85,000-ത്തിലധികം പേരാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിയിരുന്നത്. ഒപ്പം ബസ് കളക്ഷൻ KSRTCയുടെ കളക്ഷൻ നിലയ്ക്കൽ പമ്പ സർവീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ദിവസവും ഇന്നലെ ആയിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ഇന്നും പതിവില്ലാതെ വലിയ രീതിയിലുള്ള തിരക്ക്, അതുപോലെ തന്നെ പ്രസാദ വിതരണത്തിലും അപ്പം അരവണ മറ്റ് നിവേദ്യ വിതരണത്തിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഒപ്പം നടവരവിലും വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ശരി, ശബരിമലയിൽ നിരോധനാജ്ഞ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 18 വരെയാണ് നീട്ടിയിരിക്കുന്നത്. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ നടവരവിനും പ്രസാദ വിതരണത്തിനും വർധനവുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. ചില മാധ്യമങ്ങളും സംഘടനകളും നടത്തുന്ന നുണപ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് വിളിച്ചു ചേർത്ത വകുപ്പ് തല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലകാലം ആരംഭിച്ച് ഒരു മാസമായതിന്റെ പശ്ചാത്തലത്തിലാണ് സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വകുപ്പുതല യോഗം ചേർന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനി മുതൽ എല്ലാ ദിവസവും വകുപ്പുദ്യോഗസ്ഥരുടെ യോഗം ചേരാനും തീരുമാനമായി. സന്നിധാനത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളും സംഘടനകളും തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് യോഗത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും ബാധിക്കും. എന്നാൽ നുണപ്രചരണങ്ങൾ വകവയ്ക്കാതെ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശബരിമലയിൽ ഇപ്രാവശ്യം ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഒരു നയാ പൈസ പോലും ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ 1258 ക്ഷേത്രങ്ങളെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ. ആ ഗവൺമെന്റ് ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു സംശയവുമില്ല. ശബരിമലയിൽ നിലവിലെ സാഹചര്യത്തിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ട്. എന്നാൽ നുണപ്രചരണങ്ങൾ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നിധാനത്ത് തിരക്കുണ്ടാക്കുകയല്ല, മറിച്ച് സൗകര്യങ്ങളൊരുക്കി തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ സംവിധാനമൊരുക്കുകയാണ് ബോർഡും സർക്കാരും ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകോവിലിന് മുന്നിൽ ക്യാമറകൾക്കും മൊബൈൽ ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്രീകോവിലിന്റെ ഉള്ളിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഭൂപേഷ് ബാഗേൽ പുതിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. റായ്പൂരിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരുന്നു പ്രഖ്യാപനം. താമർധ്വജ് റാവുവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഹൈക്കമാൻഡ് താൽപര്യത്തെ വെല്ലുവിളിച്ചാണ് ബാഗേൽ മുഖ്യമന്ത്രി പദം നേടിയെടുത്തത്. മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ച മറ്റൊരു നേതാവായ TS സിംഗ്ദേവാണ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ബാഗേലിന്റെ പേര് നിർദ്ദേശിച്ചത്. ബാഗേൽ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി തീരുമാനം എളുപ്പമാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ പലകുറി ചർച്ചകൾ നടത്തിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനായത്. റായ്പൂരിൽ നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗമാണ് മുഖ്യമന്ത്രിയായി ഭൂപേഷ് ബാഗേലിനെ തെരഞ്ഞെടുത്തത്. പദവിക്കായി രംഗത്തുണ്ടായിരുന്ന TS സിംഗ്ദേവ്, താമ്രധ്വജ് സാഹു എന്നിവരെ മറികടന്നാണ് ബാഗേൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു ഏകദേശ ധാരണ. ഹൈക്കമാൻഡ് താൽപര്യം അതായിരുന്നു. എന്നാൽ ഈ നീക്കത്തെ MLA-മാരുടെ പിന്തുണ കൊണ്ട് ബാഗേൽ വെല്ലുവിളിച്ചു. സാഹുവിന് മുഖ്യമന്ത്രി പദവി ലഭിക്കാതിരിക്കാൻ TS സിംഗ്ദേവും ബാഗേലിനെ പിന്തുണച്ചു. തുടർന്നായിരുന്നു ഹൈക്കമാൻഡ് ബാഗേലിന് വഴങ്ങിയത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും ഇതാദ്യമായാണ് ബാഗേൽ മുഖ്യമന്ത്രിയാകുന്നത്. 2013 മാവോയിസ്റ്റ് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പഴയ പ്രതാപത്തിലെത്തിക്കാൻ PCC അധ്യക്ഷനായ ബാഗേലിന് സാധിച്ചു. അതേസമയം സെക്സ് CD വിവാദത്തിൽ ഇദ്ദേഹം മുൻപ് അറസ്റ്റിലായിരുന്നു. വരും ദിവസങ്ങളിൽ BJP ഈ ആരോപണം വീണ്ടും ഉന്നയിച്ചേക്കും. നാളെ വൈകുന്നേരം 4:30-നാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഒടിയൻ സിനിമയെ ചൊല്ലി നടക്കുന്നത് വ്യക്തിപരമായ ആക്രമണമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അതിന്റെ കൂട്ടപ്പൊരിച്ചിലാണ് ഇപ്പോഴത്തേതെന്നും ശ്രീകുമാർ മേനോൻ. ഒടിയൻ നേടുന്നത് റെക്കോർഡ് കളക്ഷനെന്നും സംവിധായകൻ. ഇതൊരു മോശം സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു മോശമല്ലാത്ത സിനിമയാണ് ഈ സാധനം. അതായത് ഇങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ദ്രോഹിക്കേണ്ട തെറ്റ് ചെയ്ത സിനിമയൊന്നുമല്ലത്. അപ്പോൾ എനിക്ക് സിനിമയിൽ നിന്നും ഒരു വലിയ ശത്രുത കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്നെ വലിച്ചഴിക്കപ്പെടുന്ന വിവാദങ്ങളിലേക്ക് എന്തിലും ഞാൻ വലിച്ചഴിക്കപ്പെടുന്നു. അതിലുണ്ടാകുന്നതിന് ഒറ്റ കാരണമേ എനിക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ അസൈൻമെന്റ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞത്. അപ്പോൾ ആ കാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എപ്പോഴും വിവാദങ്ങളിലേക്കും വെറുപ്പുകളിലേക്കും സാധനങ്ങളിലേക്കും വലിച്ചഴിക്കപ്പെട്ടത്. അതിന്റെ ഒരു കലാശക്കൊട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാനത്തെ കൂട്ടുപിടിയാണ് ഇപ്പൊ കണ്ടത്. റഫേൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും ബിജെപി സർക്കാർ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന കേന്ദ്രത്തിന്റെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വിധി പറഞ്ഞ 3-അംഗ ബെഞ്ചിലെ ജസ്റ്റിസുമാർക്ക് എങ്ങനെയാണ് ഒരേ വരി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബിജെപിക്ക് ആകെയുള്ള ആശ്വാസം റഫേൽ വിധിയായിരുന്നു. എന്നാൽ റഫേൽ വിമാന വിലയുടെ വിശദാംശങ്ങൾ സിഎജിക്ക് കൈമാറിയെന്നും റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചെന്നും PAC പരിശോധിച്ചുമെന്നുള്ള വിധിയിലെ വാചകം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തു വന്നതോടെ ബിജെപി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സീൽ ചെയ്ത കവറിൽ നൽകിയ വിധി പ്രസ്താവത്തിലെ വിധിയിൽ പിഴവുണ്ടെന്ന ബിജെപിയുടെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ന് തിരുത്തൽ അപേക്ഷ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ 3 ജസ്റ്റിസുമാർ ബെഞ്ചിലുണ്ടായിട്ടും എല്ലാവർക്കും എങ്ങനെയാണ് ഒരേ വരി തെറ്റിപ്പോയതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലിൽ അഴിമതി കാട്ടിയ റഫേൽ കരാറിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ JPC അന്വേഷണം അനിവാര്യമാണെന്ന് CPM ആവശ്യപ്പെട്ടു. കേസിൽ കേന്ദ്രം സുപ്രീം കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായതോടെയാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരായത്. കോടതിയെ കബളിപ്പിച്ചതാണെന്ന് ജസ്റ്റിസുമാർക്ക് മനസ്സിലായ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന പ്രഹരം അതിതീവ്രമായിരിക്കുമെന്നാണ് അഭിഭാഷകർ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായും BJP ആടിയുലയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൻ വനിതാ മതിലിനൊപ്പമെന്ന നടി മഞ്ജു വാര്യർ. നവോത്ഥാന മൂല്യം സംരക്ഷിക്കണമെന്നും സ്ത്രീ പുരുഷ സമത്വം അനിവാര്യമാണെന്നും മഞ്ജു. കേരളം മുന്നോട്ടു പോകട്ടെ എന്നും മഞ്ജു ആശംസകൾ നേർന്നു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം, സ്ത്രീ പുരുഷ സമത്വം അനിവാര്യം, മുന്നോട്ടു പോകട്ടെ കേരളം. ഞാൻ വനിതാ മതിലിനൊപ്പം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനുവരി 1-ന് നടക്കുന്ന വനിതാ മതിലിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണയും ഐക്യദാർഢ്യവും വേണമെന്ന് CPIM നേതാവും മുൻ MPയുമായ NN കൃഷ്ണദാസ്. ദുബായിൽ കൈരളി പീപ്പിൾ ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരളം സൃഷ്ടിക്കാൻ പ്രവാസി മലയാളികൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രവാസ ലോകത്തെ പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. ദുബായിൽ കൈരളി പീപ്പിൾ TV വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസികളായ മലയാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നിരവധിയായ പുതിയ പദ്ധതികൾക്കാണ് ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രളയത്തിനായിരുന്നു പോയ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വലിയ തകർച്ച അതിന്റെ ഭാഗമായി കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ കേരള സർക്കാർ പ്രളയാനന്തരം കേരളത്തെ സമ്പൂർണമായും നവകേരളമാക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുക്കുന്ന വനിതാ മതിൽ വിജയിപ്പിക്കാൻ പ്രവാസ ലോകത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും വേണമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ത്രീ സമൂഹത്തെ കൂടി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഉൽപ്പതിഷ്ണുക്കളായ കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദുബായ്.